ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് S1 മാത്തമാറ്റിക്സ് 2024 സ്കീം ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ മൊഡ്യൂൾ ബേസ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. നാളെ ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓൾറെഡി എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാത്തമാറ്റിക്സിന്റെ പരീക്ഷ എന്നല്ല, ഈ സെമ്മിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ എക്സാം വരുന്ന 2.5 മണിക്കൂറാണ്. 60 മാർക്കിനാണ് എക്സാം വരുന്നത്. മാത്തമാറ്റിക്സിൻ്റെതും 60 മാർക്കാണ്. ടോട്ടൽ മാർക്ക് 60 ആണ്. പ്ലസ് 40 ഇന്റേണലും കൂടെ വരുന്നുണ്ട്. 100-ലാണ് ഗ്രേഡിംഗ് വരുന്നത്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 100-ൽ 50 മാർക്കും 60-ൽ മിനിമം പാസ് മാർക്ക് 40%, അതായത് 24 മാർക്കുമാണ്. അപ്പോൾ ഒരു മൊഡ്യൂളിനകത്തു നമുക്ക് എത്ര 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒരു മൊഡ്യൂളിനകത്തു 15 മാർക്കാണ് ഒരു മൊഡ്യൂളിനകത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 2 മൊഡ്യൂള് അല്ലെ 2.5 മൊഡ്യൂൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ മൊഡ്യൂൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പാസ്സാകാൻ പോലും. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഇതിൽ പാർട്ട് എയിൽ, മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ പാർട്ട് എയിൽ 3 മാർക്കിന്റെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന്റെ. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതേപോലെ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ. അപ്പോൾ പാർട്ട് ബിയിൽ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ തന്നെ 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓറായിട്ട് ചിലപ്പോൾ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ മൊഡ്യൂൾ 1-ലേക്ക് പോവാണ്. മൊഡ്യൂൾ 1-ൽ പാർട്ട് എയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് റാങ്ക് കാണുന്ന ഒരു മെട്രിക്സ് വന്നിട്ട് അതിന്റെ റാങ്ക് കാണുന്ന പ്രോബ്ലം ചോദിക്കാം. അതിന്റെ കൂടെ തന്നെ ഐഗൺ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. റാങ്ക് കാണുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ റാങ്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കണ്ടോ, ഐഗൺ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഈ 3rd ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. ഇതെല്ലാം KTUയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐഗൺ വാല്യൂസിന്റെ സെക്കൻഡ് വീഡിയോയ്ക്കകത്ത് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിന്റെ സെക്കൻഡ് വീഡിയോയിൽ ലാസ്റ്റ് പോർഷനിലാണ് ഐഗൺ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. അതിൽ ആദ്യം ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ പാർട്ട് ബിയിൽ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. അതിന്റെ കൂടെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്നത് ഗോസ് എലിമിനേഷൻ ആണ്. നോർമലി നമുക്കറിയാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ചോദിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തേക്കുന്നത് ന്യൂ ഇട്ടാണ്. ന്യൂ സ്ക്വയർ ഇട്ടാണ്. ഇവിടെ എയും എ സ്ക്വയറും ഇട്ടാണ്. ന്യൂ സ്ക്വയർ ഇട്ട് തന്നെ KTUയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 തവണ KTUയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 തവണ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നാലാമത്തെ ക്വസ്റ്റ്യനും അടുത്തിടയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതില് 3rd ക്വസ്റ്റ്യൻ കണ്ടോ. 3rd ക്വസ്റ്റ്യനകത്ത് x + y + z = 1, x + 2y + 3z = a ആണ്. എക്ക് പകരം ന്യൂവും ഈ എ സ്ക്വയറിന് പകരം ന്യൂ സ്ക്വയറും ഇട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ ആ ഒരു ടൈം പീരീഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിന്റെ പ്രോബ്ലം ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് 2/2 മാട്രിക്സിന്റെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ 3/3 ആണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. 3/3 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഈ വർഷം തന്നെ 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ കണ്ടോ. ഈ 300 -349 003യും ഈ 211 121 001 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, ചെയ്ത് നോക്കാം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡയഗണലൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഡയഗണലൈസേഷനിൽ 2/2 മെട്രിക്സിന്റേതും ഉണ്ട്, 3/3 മെട്രിക്സിന്റേതും പഠിക്കാനുണ്ട്. 3/3 ഞാൻ
ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഈ മോഡലുള്ളതാണ്. ഇതിൽ ലാസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് 2024 ഡിസംബറിൽ ഈ മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡയഗണലൈസേഷൻ ചോദിക്കുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 2ൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഹോമോജീനിയസ് ലീനിയർ ODE ഉണ്ട്, നോൺ ഹോമോജീനിയസ് ലീനിയർ ODE ഉണ്ട്. അതായത് ഹോമോജീനിയസ് ലീനിയർ ODEയുടെ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ കാണുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 കേസസ് ഒക്കെ എടുത്തിട്ട് എന്താണ് M1 M2 ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആകുമ്പോൾ M1 M2 ഈക്വൽ ആകുമ്പോൾ M1 ആൻഡ് M2 കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകുമ്പോൾ അങ്ങനെ കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഡറിന്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഓർഡറിന്റെ സോൾവ് ചെയ്യാനായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ സെക്കൻഡ് ഓർഡറിന്റെ കൂടെ തന്നെ തേർഡ് ഓർഡറിന്റേതും ചോദിക്കുന്നുണ്ട്. തേർഡ് ഓർഡർ ചിലവർ പറയുന്നുണ്ട് തേർഡ് ഓർഡർ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ തേർഡ് ഓർഡർ കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കുന്നതാണ് ബ്രോൺസ്കിയുടെ പ്രോബ്ലം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ബ്രോൺസ്കിയൻ കാണാൻ, അതായത് y ഈസ് ഈക്വൽ ടു C1y1 പ്ലസ് C2y2 ഇതിൽ എഴുതിയിട്ട് നിങ്ങൾ y1 ഉം y2 ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രോൺസ്കിയൻ എന്താ W ഈസ് ഈക്വൽ ടു y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഓക്കെ, ബ്രോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇവിടെ കണ്ടോ, ഷോ ദാറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എക്സ് കോമ എക്സ് ln x ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇതിൽ y ഈസ് ഈക്വൽ ടു x എന്ന് എടുക്കണം, സോറി y1 ഈസ് ഈക്വൽ ടു x എന്ന് എടുക്കണം, y2 ഈസ് ഈക്വൽ ടു x ln x എന്ന് എടുത്തിട്ട് ബ്രോൺസ്കിയൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കിയേ. ഫൈൻഡ് വെദർ ദ സൊല്യൂഷൻ സെറ്റ് എക്സ് സൈൻ എക്സ് എക്സ് കോസ് എക്സ് ഫോം എ ബേസിസ് ഓർ നോട്ട്. അതായത് നമ്മളൊരു എന്താണ് ബേസിസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇപ്പൊ y1 ഇതിപ്പോ എക്സ് സൈൻ എക്സിനെയും എക്സ് കോസ് എക്സിനെയും y1 ഉം y2 ആയിട്ട് എടുത്തിട്ട് ബ്രോൺസ്കിയൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ബേസിസ് ഫോം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇത് 2024 മെയ്യിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫൈൻഡ് ദ ബ്രോൺസ്കിയൻ ഓഫ് e raised to minus x cos 5x e raised to minus x sin 5x. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചോദിക്കാം. അപ്പൊ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നോക്കിയേക്കണം, സിമ്പിൾ ആണ്. അതായത് നമ്മൾ കോൺസ്റ്റന്റ് C1 C2 ഒക്കെ വാല്യൂസ് കാണുന്നതാണ്. ഇനിഷ്യൽ കണ്ടീഷൻസ് അവർ തരും, ജസ്റ്റ് അതൊന്നും കൊടുത്ത് നമ്മുടെ ജനറൽ സൊല്യൂഷനകത്ത് C1 C2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് വരുവാണെങ്കിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റ്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. അതായത് നമ്മൾ ഹോമോജീനിയസ് കഴിഞ്ഞ് നോൺ ഹോമോജീനിയസിലേക്ക് വരുമ്പോൾ നോൺ ഹോമോജീനിയസ് എന്താണ് RHSന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു ടേം കാണും. അപ്പോൾ y ഈസ് ഈക്വൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ, y ഈസ് ഈക്വൽ ടു yc പ്ലസ് yp എന്നല്ലേ. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷന് പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് നോൺ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇതില് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണാനായിട്ടുള്ള yp കാണാനായിട്ടുള്ള മെത്തേഡുകളാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റ്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നമുക്കിപ്പോ ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റ് ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചോദിക്കാം. അങ്ങനെ ആയിരിക്കാം കോമ്പിനേഷൻ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കോമ്പിനേഷൻ രണ്ടും കൂടെ ഒന്നിച്ച് വരാം. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററും ചോദിക്കാം, അതിന്റെ കൂടെ തന്നെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സ്കിപ്പ് അടിക്കാൻ പറ്റത്തില്ല. പിന്നെ KTUക്കാർ ചോദിക്കുന്ന പോലെ ഇരിക്കും, നമ്മുടെ ലക്ക് പോലെ. ഇപ്പൊ ചിലവർ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റ് പഠിക്കാതെ പോകുന്നവരുണ്ട്, അവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു പാർട്ടാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിനകത്ത് ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഷ്യന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മോഡലിലുള്ളതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. നോക്കി ഇതൊക്കെ ഒന്ന് നോക്കിയാണെ, മോഡിഫിക്കേഷൻ റൂൾ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. നോക്കുക, ഇത് നോക്കണം, ഇത് നോക്കണം. ഓക്കെ, ഇതും നോക്കാം എന്താണ്. അപ്പൊ ഇതിന്റെയൊക്കെ YP നമ്മൾ കാണുന്നത് എങ്ങനെയാ, ട്രയൽ സൊല്യൂഷൻ കൊടുത്തിട്ടാണ്. ട്രയൽ സൊല്യൂഷന്റെ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ 5 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ tan 2x പകരം ഈ tan x വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ sec x പകരം sec 2x ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ ഞാനിപ്പോ ബോർഡിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കാൻ ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്റ്റീവ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. cosec x ഒക്കെ നോക്കിക്കോണം. ഇവിടെ കണ്ടോ, y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ sec 2x. ഇതും ഈ x sin x അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കാറുള്ളൂ. വലിയ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല.
ബാക്കിയുള്ളതൊക്കെ മെയിൻ ആണ്. എക്സ് സൈൻ എക്സ് എളുപ്പമാണ്, അത് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. മൊഡ്യൂൾ 2-ന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതിയെ, അതിനകത്തുണ്ട് ലാസ്റ്റ് വീഡിയോ. ഇനി മൊഡ്യൂൾ 3-ലേക്ക് വരുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഫോർമുലാസ് ഉണ്ട്, അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ പാർട്ട് എ നമുക്ക് എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ആയിരിക്കാൻ ചോദിക്കാൻ സാധ്യത കൂടുതൽ. നോർമലി നമുക്ക് എന്താണ് ഫൈൻഡ് എൽ ഓഫ് സൈൻ സ്ക്വയർ 3t അല്ലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e−2t cos h 4t, അതല്ലെന്നുണ്ടെങ്കിൽ ഈ മോഡലിലുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണേ. പിന്നെ പാർട്ട് എയിൽ തന്നെ 3 മാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക ഈ മോഡലിലുള്ളത്. ഓക്കെ, അപ്പോൾ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇനി നോക്കുക, ഇതൊക്കെ ചോദിക്കാം, എക്സാമിന് ചോദിക്കാവുന്നതാണ്. പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോണേ. പിന്നെ ഇത് സയൻസ് സ്ക്വയറിന്റെ അറിയാമല്ലോ. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് ODE ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ODE ആണ്. അതായത് ODEയുടെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഇതൊക്കെ ഈ മോഡലിലുള്ളതൊക്കെ നമുക്ക് എക്സാമിന് നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നു വരും. ഇനി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന 5 മാർക്കിന് മറ്റൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതാണ്. ഇതിനകത്ത് വേണം നോക്കാം, ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെലക്റ്റീവ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കൺവല്യൂഷൻ തിയറത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, സെലക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. ഇത് നോക്കുക, ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ മോഡലിലുള്ളത് ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് 40.5 ആണ്, എസ് അല്ല കേട്ടോ, താഴത്തെ എസ് ആണ് കേട്ടോ. ഇനി അടുത്തത് 4 മാർക്കിന് പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിക്കോണേ, ഇനി ഇതൊക്കെ നോക്കിക്കോണം. ഇത് മൊഡ്യൂൾ 4-ലേക്ക് വന്നു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4-ൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ്, ഫൊറിയർ സീരീസ്. ഇതിൽ ടൈലർ സീരീസ്, മക്ലോറിൻ സീരീസ് ഒക്കെ പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിക്കാം. ഇനി നമ്മുടെ ലക്ക് പോലെ ടൈലർ സീരീസിന്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ പാർട്ട് ബിയിൽ 3 മാർക്കിന് ചോദിച്ചേക്കാം. പാർട്ട് എയിലും പാർട്ട് ബിയിലും ടൈലർ സീരീസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ ടൈലർ സീരീസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് ബിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ആയിരിക്കും. ഓക്കെ, ഫൊറിയർ സീരീസിനകത്ത് ഓയിലർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, A0ഉം AN-ഉം BN-ന്റെ ഒക്കെ ഫോർമുലാസ് എഴുതാനാണ്. അവരൊരു പീരീഡ് തരും, ആ പീരീഡിലുള്ള നമ്മൾ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ 3 ഇക്വേഷൻ എഴുതുന്നതിന് 3 മാർക്ക്. ഇത് നോക്കൂ, മക്ലോറിൻ സീരീസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് e⁻x, ln of 1 - x, ln of 1 + x, x sin x, x cos x. അതേപോലെ തന്നെ ഫൊറിയർ സീരീസിനകത്ത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ. e⁻x ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണ്. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് f of x = x. പിന്നെ തന്നെ നോക്കിയേ, if f of x is a periodic function with a period 2π is defined in -π, π, write the Euler's formula A0, AN, BN for f of x. ഈ മോഡലിലുള്ളതൊക്കെ എക്സാമിന് ചോദിക്കും. ഇനി പാർട്ട് എയിൽ തന്നെ ടൈലർ സീരീസിന്റെ പ്രോബ്ലം ഉണ്ട്. ടൈലർ സീരീസിനകത്ത് നമുക്ക് എന്താണ്, ടൈലറിനകത്ത് ചോദിക്കുന്നത് f of x = 1/x ചോദിക്കാം, x sin x ചോദിക്കാം. അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ടൈലർ സീരീസിന്റെയും മക്ലോറിൻ സീരീസിന്റെയും ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ നോക്കുക, ഇതിനകത്ത് ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ln of 1 - x-ന്റെ ആണെന്ന് തോന്നുന്നു ചെയ്തിട്ടേക്കുന്നത്. ln of 1 + x-ന്റെ ഇത്തവണത്തെ എക്സാമിന് ഈ മാസം നടന്നിട്ടുള്ള 17 തീയതി നടന്നിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്ലോറിൻ സീരീസ്. ടൈലർ സീരീസിന്റെ പ്രോബ്ലം ഒക്കെ എന്താണ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, വിട്ടുപോയതാണ്. ടൈലർ സീരീസ് നമ്മളെ വീഡിയോസിനകത്ത് കിടക്കുന്നുണ്ട്. 1/x ഉണ്ട്, അതേപോലെ x sin x, അങ്ങനെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടൈലറിനകത്തും വരുന്നുണ്ട്. ഒരു sin πx-ന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, sin πx, f of x = sin πx. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് f of x, സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. അതിന്റെ കൂടെ ഒരു സീരീസ് കൂടെ ഫൊറിയർ കൺവെർജൻസ് തിയറം വെച്ചിട്ട് ഒരു സീരീസ് ഫോം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം.
ഈ മോഡലിലുള്ളതൊക്കെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്ക് പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 5 മാർക്കിന്റെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇതില് നമുക്ക് മെയിൻ ആയിട്ട് ഫൊറിയർ സീരീസ് പഠിക്കാനുള്ള 0,2π ഇന്റർവെല്ലിൽ കുറച്ച് ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ -π ഇന്റർവെൽ, ഈ -π ഇന്റർവെല്ലിൽ നമ്മൾ ഓഡ് ഓർ ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഫൊറിയർ സീരീസിന്റെ പ്രോബ്ലം ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ 0,2π ഇന്റർവെൽ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് f(x) ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന f(x)(x²) ചോദിക്കാം, f(e)(x) ചോദിക്കാം. ഇതൊക്കെ മെയിൻ ആണ്. ഞാൻ ഇപ്പുറത്ത് എഴുതിയേക്കുന്ന കണ്ടോ, ഈ x sin x തന്നെ അല്ലെങ്കിൽ x cos x തന്നെ നമുക്ക് f(x) sin x തന്നെ നമുക്ക് 0,2π ഇന്റർവെല്ലിൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. x sin x, x cos x കൂടുതലായിട്ട് -π ഇന്റർവെല്ലിലാണ് ഓഡ് ഓർ ഈവന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത് നോക്കേണ്ടതാണ്. ഈ മോഡ് sin x എന്ന് പറയുന്നത് ഇത്തവണ ഈ മാസം കഴിഞ്ഞിട്ടുള്ള 2019 സ്കീമിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. അതേപോലെ തന്നെ മോഡ് cos x, മോഡ് x, ഇതെല്ലാം നമ്മൾ വീഡിയോ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. അതേപോലെ തന്നെ ഈ f(x)(x²) കൂടെ സീരീസ് ആയിട്ട് ഫോം ചെയ്യാൻ എന്തെങ്കിലും ഒരു സീരീസ് അവർ തരും. അപ്പൊ നമ്മൾ കൺവെർജൻസ് തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ സീരീസ് ഫോം ചെയ്യാൻ എളുപ്പമാണ്. ഈ മോഡ് എക്സിന്റെയും മോഡ് സൈൻ എക്സിന്റെയും കൂടെ തന്നെ ഒരു സീരീസ് ഫോം ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഇനി അടുത്തത് ഹാഫ് റേഞ്ച് സീരീസ് ആണ്. ഹാഫ് റേഞ്ച് സീരീസിൽ സൈൻ സീരീസും കൊസൈൻ സീരീസും ഉണ്ട്. ഹാഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ പീരീഡ് എന്തായി മാറും? പീരീഡ് L ആയി മാറും. മറ്റേത് എന്തായിരുന്നു? പീരീഡ് 2L ആയിരുന്നു. ഇവിടെ L ആയി മാറും. പിന്നെ സൈൻ സീരീസിനകത്ത് നോക്കുക, ഇവിടെ കണ്ട f(x) k, ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ f(x) ഉം റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കണ്ട f(x) cos x 0,π/2 ഇന്റർവെല്ലും f(x) cos x 0x(π/2, π/2 x ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ f(x) x² എന്ന് പറയുന്നത് 0,2 ഇന്റർവെല്ലിലും 0,π ഇന്റർവെല്ലിലും ചോദിച്ചിട്ടുണ്ട്. നോക്കുക, അതേണ്ട ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 0,π ഇന്റർവെൽ. അതേപോലെ തന്നെ f(x) e⁻x ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 4-നകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫൊറിയർ ആണെങ്കിലോ അല്ലെങ്കിൽ ടൈലർ സീരീസ് ആണെങ്കിലോ മക്ലോറിൻ സീരീസ് ആണെങ്കിലോ അതിന്റെയൊക്കെ ഇക്വേഷൻസ് ആദ്യം എഴുതിയിട്ട് വേണം പ്രോബ്ലംസ് ചെയ്തു പോകാൻ. അപ്പൊ ഇക്വേഷൻസ് എഴുതുന്നതിന് 1 മാർക്ക് ഉള്ളതാണ്. അപ്പൊ ആ ഇക്വേഷൻസ് എഴുതി ബോക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടറിന്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴും അത്യാവശ്യത്തിൽ വൃത്തിയിലൊക്കെ മെട്രിക്സ് ഒക്കെ എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മളൊരു ഓപ്പറേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈക്വൽ ടു സൈൻ ഒരിക്കലും ഇടരുത്. ഒന്നെങ്കിൽ ഈ സൈൻ ഇടുക, അല്ലെങ്കിൽ ഇത് ഇടുക, അല്ലെങ്കിൽ ഇത് ഇടുക. ഓക്കെ, ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ അതായത് മെട്രിക്സ് A = ഒരു ക്വസ്റ്റ്യൻ തന്ന് നിങ്ങൾ പിന്നെ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം ഓപ്പറേഷൻ കൊടുക്കാൻ. ഓപ്പറേഷൻസ് നിങ്ങൾ റൈറ്റ് സൈഡിൽ, മെട്രിക്സിന്റെ റൈറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഇവിടെ സോ അതിന്റെ എന്താണ് റിസൾട്ടുകൾ മെട്രിക്സിനകത്ത് എഴുതുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി പോവാം. എന്റെ ക്ലാസ്സുകളിലെല്ലാം ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.